السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ನನ್ನ ಪಿರ್ಸತ್ತೆ ಚಂಗಾಯಿಮಾರೆ, ಸೋದಾಕಳೆ, ಸಹೋದರ ಸಹೋದರಿಮಾರೆ, വീക്ഷകത്തെ എല്ലാ എൻ്റെ അഭ്യുദയകാംക്ഷികളായ വ്യക്തിത്വങ്ങൾ എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും റാഹത്തും റഹ്മത്തും ഐശ്വര്യം ചൊരിഞ്ഞ് അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ റമളാൻ അള്ളാഹു വിശുദ്ധ ഖുർആനിലും തിരു ഹദീസിലും ഒരു മുസ്ലിം ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം പഞ്ചസ്തംഭ 5 കമ്പത്തിൽ നിന്ന് ഒരു കമ്പായിരിക്കുന്നത് റമളാൻ മാസം നോമ്പ് നോക്കുക എന്നുള്ളത്. ഒരു മനുഷ്യൻ മുസ്ലിം ആവണമെങ്കിൽ അവനക്ക് 5 കാര്യം നിർബന്ധം. ഇസ്ലാം കാര്യം അറിഞ്ഞിരിക്കണം, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിരിക്കണം. അതിൽപ്പെട്ട ഒന്നായിരിക്കുന്നത് 4ാമത്തെ കാര്യ റമളാൻ മാസം നോമ്പ് നോക്കുക ചൊല്ലുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ 1ാം മാസം മുതൽ 12 മാസത്തോളം, ഒരു വർഷത്തിൽ 12 തിങ്കളില് ഇസ്ലാമിയുടെ സംസ്കാരം അനുസരിച്ച് ഉൾക്കൊണ്ടേക്കണ്ടെങ്കിൽ വെറും വർത്തിങ്ങളിൽ റമദാൻ മാസം അത് വർത്തിങ്ങൾക്ക് മാത്രം മീസലായിട്ടുള്ള ഒരു സംഭവമായിട്ടിട്ട് ഒരു ആരാധനയായിട്ടിട്ട് റമദാൻ മാസത്തിന് നോമ്പ് നോക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ അല്ലാഹു ചൊല്ലെ ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും. വളരെ അഗാധമായ പാണ്ഡിത്യത്തോടെ ഇത് വിവരിക്കേണ്ട വാക്കായിട്ടിട്ട് ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അല്ലാഹു ഖുർആൻ ഇറക്കപ്പെട്ട മാസമായിട്ടിട്ട് ഹുദൻ ലിന്നാസി വബയ്യിനാത്തി മിനൽ ഹുദാ വൽ ഫുർഖാൻ. ജനങ്ങൾക്ക് ഹിദായത്തിന്റെ മാർഗം വിവരിക്കേണ്ട മാർഗമായിട്ട് വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമായിട്ടിരിക്കുന്നത്. മാത്രമല്ല പിന്നെ ആ തിങ്കളിൽ അവസാനമായിട്ട് ആ ആയത്തിൽ അവസാനമായിട്ട് ചൊല്ലിട്ട് പിന്നെ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും. ആ മാസത്തിൽ ആരെങ്കിലും ജീമുള്ളണ, ഹയാത്തുള്ളണ, പ്രായപൂർത്തി, ബുദ്ധിശുദ്ധി, ആഖിൽ ഉള്ള ഒരു മനുഷ്യന് നോമ്പ് നോക്കൽ അവനക്ക് നിർബന്ധമാണെന്ന് വിശുദ്ധ ഖുർആൻ. പിന്നെ അതായത് അവർക്ക് ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും, അവൻ നോമ്പ് നോക്കിക്കൊള്ളട്ടെ. അപ്പോൾ ഒരുപാട് വിശദീകരിക്കുന്നു. രോഗിയാണെങ്കിൽ അല്ലെങ്കിൽ സഫർ പോണെങ്കിൽ ഫൈദത്തും മിൻ അയ്യാമിൻ ഉഖർ, മറ്റേ ദിവസങ്ങളിൽ അവനതിൽ മടക്കണു, അതിൽ ഖളാ വീട്ടണു, അങ്ങനെയൊക്കെ ഒരുപാട് നിബന്ധനയുണ്ട്. ഇവിടെ അത് വിവരിക്കുക പോകില്ല. നോമ്പിന്റെ ഫളായിലുകൾ, നോമ്പിന്റെ ആ ഒരു ശ്രേഷ്ഠത ഞങ്ങൾ അത് മനസ്സിലാക്കരുതെന്ന് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. മൻ സ്വാമ റമളാൻ, ഇത് പൊതുവെ എല്ലാ പള്ളികളിലും എല്ലാ ദിവസങ്ങളിലും എല്ലാ വർഷങ്ങളും കേൾക്കുന്നതായിട്ട് മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി മാ തഅഖർ. അതായത് ഒരു വർഷം മുഴുവനും ആക്കി ഞങ്ങൾ ഒരു വർഷം ഫുൾ ആക്കാൻ കേട്ടതായ ദോഷത്തെ അള്ളാഹു വിട്ടുപൊറുക്കാൻ കേട്ട ഒരു മാസമായിട്ടിരിക്കുന്നത് ഈ റമളാൻ മാസത്തുള്ളത്. ആരെങ്കിലും ഒരു മനുഷ്യൻ ഈമാനോട് കൂടിയിട്ട് പിന്നെ വിശ്വാസത്തോടു കൂടി, മാത്രമല്ല പ്രതിഫല ഇച്ഛയോട് കൂടിയിട്ട് അവനെ നോമ്പ് നോക്കിയാൽ അവന്റെ നോമ്പ് അള്ളാഹു സ്വീകരിക്കുക. മാത്രമല്ല ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ ദോഷത്തെ അള്ളാഹു, മുൻകഴിഞ്ഞ ദോഷങ്ങളെ അള്ളാഹു പൊറുക്കപ്പെടുമെന്നുണ്ട് ഹദീസ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയിരിക്കുന്നുണ്ട്. പരിശുദ്ധ മുഅ്മിനീകളെ, ബഹുമാനികളെ. അപ്പൊ നോമ്പ് നോക്കണു, പ്രത്യേകമായിട്ട് നോമ്പ് നോക്കണു. ഞങ്ങളെ പൂർവിക, അതായത് കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, യാ അയ്യുഹല്ലദീന വന്നിട്ടുള്ള ഒരു ആയത്തായിരിക്കുന്നത്. അതായത് യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഓ സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് നോമ്പിനെ ഫർളാക്കപ്പെട്ടിരിക്കുന്നു, എഴുതപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കുള്ള മുൻകഴിഞ്ഞ ആൾക്കാർക്ക്, നിങ്ങളെ മുന്നുള്ള കഴിഞ്ഞ ആളുമാർക്ക്, നിങ്ങളെ പൂർവിക മനുഷ്യന്മാർ, നിങ്ങളെ വംശസന്തതികളും അതിൽപ്പെട്ട മഹാന്മാരും സ്വഹാബത്തും താബികളും തബഅ താബികളും അംബിയാ മുർസലുകളും ഔലിയാക്കന്മാർ ഒക്കെ എല്ലാവർക്കും നോമ്പ് ഫർളാക്കപ്പെട്ടു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫർളാക്കിയ നോമ്പ് എന്തിനു വേണ്ടിയിട്ട്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീകളാകാൻ വേണ്ടിയിട്ട്. പ്രിയപ്പെട്ട മുഅ്മിനീകളെ, ഞങ്ങൾ മുത്തഖിയാവണമെങ്കിൽ വിശുദ്ധ റമളാൻ അത് എത്രയോ ഞങ്ങൾ പഠിച്ചിരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മുഅ്മിനീകളെ, മൻ ഫരിഹ ബിദുഖൂലി റമളാൻ ഹറമല്ലാഹു ജസദഹു അലാ നീറാൻ. മനുഷ്യൻ റമളാന് ബന്ധിട്ട് ചെന്നിട്ട് സന്തോഷിച്ചെങ്കിൽ, റമളാന്റെ പോലത്തെ ഒരു മാസം ഇല്ലല്ലേ, ബർക്കത്താകപ്പെട്ട മാസം, എല്ലാവരും സമ്മതിക്കേണ്ട മാസം, ബർക്കത്തിന് നിഷേധിക്കാൻ പറ്റാത്ത മാസമായിട്ട് റമളാൻ മാസം ചൊല്ലിയത്. ചെറിയ കുഞ്ഞു മുതൽ വയോവൃദ്ധന്മാരെ വരെ
ಎಲ್ಲರೂ ಅದು ಬರ್ಕತ್ ನಿಷೇಧಿಕ್ಕೂ ಸಾಧ್ಯ ಇಲ್ಲ. ರಮದಾನ್ ಅಲ್ಲಾಹು ಎಕ್ಸ್ಟ್ರಾ ಬರ್ಕತ್, ಎಷ್ಟೋ ಹುರ್ಮತ್, എಷ್ಟോ റഹ്മത്ത് അല്ലാഹു ചൊരിക്കുക, അതിലൊരു സംശയമില്ല. പ്രിയപ്പെട്ട മുഅ്മിനീകളെ, അപ്പൊ റമദാന്റെ ഫളാഇൽ, റമദാന്റെ പോർച്ച് ഞങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പൊ റമദാൻ ಬಂತಿട്ട് ചൊന്ന് സന്തോഷിച്ചെങ്കിൽ മാത്രല്ല, സന്തോഷിച്ചെന്ന് കണ്ടെങ്കിൽ അവന്റെ നരകത്തെ തൊട്ടിട്ട് അവന്റെ ശരീരത്തെ ഹറാമാക്കിയിട്ട് ചൊല്ലിക്കത്തതായ പലക്ക പോലും ഞങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിലുണ്ട്. എൻ്റെ പിരിച്ചപ്പെട്ട മുഅ്മിനീകളെ, ഈ റമദാന്റെ അർത്ഥ യർമിലു ലിഅന്നമ, അതായത് ലിഅന്നഹ യർമിലു ദുനൂബ്. ಅದಕ್ಕೆ റമദാനുക്ക് സുമ്മിയ റമദാനു ചൊല്ലിയ പേര് വെച്ചത് ലിഅന്നഹ യർമിലു ദുനൂബ്, അവന്റെ ദോഷങ്ങളെ കരിച്ച് കളക്കട്ടെ. അതായത് ദോഷങ്ങളെ കരിച്ച് ഞങ്ങൾക്കെതായ തെറ്റുകുറ്റങ്ങൾ, ഞങ്ങൾക്കെതായ പ്രമാദവശാത്ത് ഞങ്ങൾ ദോഷം ചെയ്യാത്തവർ മനുഷ്യ ലോകത്തിന് മേലുണ്ടാവല്ല. എല്ലാവരും ദോഷാക്കളെ നേട്ടിക്കിട. പക്ഷെ ദോഷ ആക്കുമ്പോഴത്തേക്കും അത് ശൈത്താനിയായ കൂവത്തിലായിട്ട് കിട്ടും. ദോഷാക്കിട അറിഞ്ഞുകൊണ്ടിട്ട് ദോഷാക്കിടാറ് കുറെ ആൾ, അറിയാണ്ട് ദോഷാക്കിടാറ്. പക്ഷെ ദോഷാക്കുള്ള വലിയൊരു മൂലം ഞങ്ങളത് പിന്നെ ശൈത്താനായിട്ട്, പിശാച്ചായിട്ട് വജിപ്പിച്ചാക്കിട. ഞങ്ങൾ തെരുടെ വെടക്കാക്കിട, ഞങ്ങളുടെ തെരുടെ ക്ലാസ് എടുത്തുകൊണ്ട് ശൈത്താനായിട്ട്. ആ ശൈത്താന് കെട്ടിന്റെ മാസമായിട്ട് വിശുദ്ധ റമളാൻ. ഇദാ ജാഅ റമളാന ഫുതിഹതു അബ്വാബൽ ജന്ന വഗുല്ലികത്തി ശയാത്തീൻ വസുഫിദത്തി ശയാത്തീൻ വഗുല്ലികത്ത് അബ്വാബൻ നാർ വസുഫിദത്തി ശയാത്തീൻ. വിശുദ്ധ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലിയത്. അതായത് റമളാൻ മാസം ബന്തു ചൊന്നെങ്കിൽ സ്വർഗത്തെ ബായിൽ പിന്നെ ഫതഹ അബ്വാബൽ ജന്ന, സ്വർഗത്തെ ബായിൽ തുറക്കിട്. വഗുല്ലികത്ത് അബ്വാബൻ നാർ, നരകത്തെ ബായിൽ ബന്ധാവിടും. മാത്രമല്ല സുഫിദത്തി ശയാത്തീൻ, ശൈത്താന്റെ കെട്ടിന്റെ മാസമായിട്ട്. ശൈത്താൻ കെട്ടിടത് കൊണ്ടാണ് മനുഷ്യന്മാർക്ക് ആ ഹുർമത്തോടെ റഹ്മത്തോടെ പള്ളിക്കും ഔത്തിലും കുടുംബത്തെ ഇടയിലും ഒരുപാട് ഇബാദത്തെടുക്കും, ഒരുപാട് നന്മ ഒരു തൗഫീക്ക് എക്സ്ട്രാ കൊടുക്കണേ. അതുകൊണ്ടായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ശാസ്ത്രീയ വശമായിട്ട്. എന്തുകൊണ്ട് ഷാബാൻ മാസത്തിൽ, എന്തുകൊണ്ട് റജബ് മാസത്തിൽ, എന്തുകൊണ്ട് മറ്റുള്ള മാസങ്ങളിൽ പള്ളിക്ക് മനുഷ്യന്മാർ വന്നില്ല? എന്തുകൊണ്ട് ടൊപ്പി വെക്കില്ല? എന്തുകൊണ്ട് തസ്ബീഹ് പഠിക്കില്ല? അതൊരു വലിയൊരു സ്പഷ്ട നിദർശനമായിട്ട് റമളാൻ ശൈത്താന്റെ അള്ളാഹു കെട്ടിട, സ്വർഗത്തെ വായിൽ തുറക്കിട, നരകത്തെ വായിൽ അടക്കിട. അതുകൊണ്ടായിരിക്കും മാഷാ അല്ലാഹ് തറാവിയും നോമ്പ് തുറയും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നല്ല 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 റാഹത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകണ്ടു. അതായിരിക്കും പിന്നെ ഇബാദത്തുകൾക്കുള്ള ഉന്മേഷ. അപ്പൊ ശൈത്താന്റെ കെട്ടിടുമ്പോഴത്തേക്കും ലിഅന്നഹ യർമിലു ദുനൂബ്, ഞങ്ങൾക്ക് സൽക്കർമ്മ ഡയറക്റ്റ് അക്സെപ്റ്റ് ആക്കിയിട്ട് അള്ളാഹു സ്വീകരിച്ചിട്ട് ഞങ്ങളുടെ ദോഷത്തെ അള്ളാഹു കരിക്കിട്. അതായിട്ടിക്കിട് റമദാൻ കൊണ്ടുള്ള ഉദ്ദേശം. എൻ്റെ പിരിച്ചത്തെ മുഅ്മിനീകളെ, അപ്പൊ റമദാന്റെ അർത്ഥം യർമിലു ദുനൂബ്, ഞങ്ങളുടെ ദോഷത്തെ കരിച്ച് കളയിട്, കത്തുപാറ്റി കളയിട്. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എൻ്റെ പിരിച്ചത്തെ മുഅ്മിനീകളെ. മാത്രമല്ല റമദാൻ എത്ര നോമ്പെടുത്തവണ്, ഇപ്പൊ നോമ്പെടുക്കണ ഒരുപാട് വിധിവിധാനമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് മറ്റേ വീഡിയോയിൽ വിവരിക്കുന്നത് വിഷയത്തിൽ ഒരുപാട്. ഉദാഹരണക്ക് റമദാൻ മാസം നോമ്പ് പിടിച്ചിട്ട് റമദാൻ വന്നിട്ടും നോമ്പ് പിടിക്കുന്ന കഴിവില്ലാത്ത, നോമ്പ് പിടിക്കുക ഇഷ്ടമില്ലാത്ത, ശൈത്താന്റെ മൂടിയിട്ടപ്പെട്ട മനുഷ്യന്മാർ, ശൈത്താനെ കെട്ടിട്ടെങ്കിലും പക്ഷേ ആ ശൈത്താന്റെ പിന്നെ കൂവത്തിൽ അതീതമായിട്ട് നോമ്പ് വന്നിട്ടും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും തിരു ഹദീസ് പരിപാറ്റ രൂപത്തിൽ നോമ്പ് പിടിക്കാത്ത എത്രയോ തെറ്റു കുറ്റങ്ങാക്കിടങ്ങ ദോഷാക്കിടങ്ങ ഇന്തുകുള്ള ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം சொன்ன പറക്ക, അതായത് മൻ ലം തദഅ ഖൗല الزور والعمل به فليس لله حاجة أن يدع في طعامه وشرابه. ആരെങ്കിലും ഒരു മനുഷ്യൻ അവന്റെ ചീത്തയായ വാക്കുകളും ചീത്തയായ പ്രവർത്തനങ്ങളും നിപ്പാട്ടിട്ടില്ല, ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വെച്ചാൽ പിന്നെ ഫലൈസ ലില്ലാഹി ഹാജത്തൻ അൻ യദഅ ഫീ തുആമി വശറാബി, പിന്നെ അവನು എല്ലാവരും നാഷ്ടാക്കില്ല, എല്ലാവരും ഫുഡ് തിന്നില്ല, എല്ലാവരും ഭക്ഷിക്കില്ല. അപ്പൊ അതുകൊണ്ട് ഓണം പൈച്ചു വെച്ചില്ല. പക്ഷെ അവന്റെ ചീത്ത പ്രവർത്തനം വിട്ടില്ല, പെദമ്പ് ചൊല്ലത് വിട്ടില്ല, ഗീബത്ത് നമീമത്ത് ഫിത്ന ഫസാദാക്കുന്നത് വിട്ടില്ല, സ്വാലിഹായ സൽക്കർമ്മ തീരെ ഇല്ല. പക്ഷെ സ്വാലിഹായ സൽക്കർമ്മ ഇല്ല മാത്രമല്ല ഓണ്ട് ഈ പ്രവർത്തന അഖ്വാൽ സൂറ് ಜಾಸ್ತಿ കണ്ടെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തൻ അൻ യദഅ ഫീ തുആമി വശറാബി, അവನು
കുടിയും തീറ്റവും തിന്നതും അതെല്ലാം നിപ്പാട്ടിട്ട് ഒരു ആവശ്യം പഠിച്ചോണ്ട് ഇല്ലാണ്ട് വിശുദ്ധ ഹദീസ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നിട്ടുണ്ട് സത്യമുഅ്മിനീങ്ങളെ. അപ്പോൾ ഞങ്ങൾ എന്താക്കണം, ഞങ്ങളെ നോമ്പ് ശരീരം നോമ്പ് നോക്കുകയാണെങ്കിൽ ഞങ്ങളെ വായ്, പല്ല്, നാവ്, മൂക്ക്, പഞ്ചേന്ദ്രിയങ്ങൾ, കണ്ണ്, കാത് എല്ലാം ഞങ്ങൾ എല്ലാത്തിനും നോമ്പ് നോക്കേണ്ടതുണ്ട്. അത് നോമ്പിന്റെ വിധിവിധാനത്തെ പാഠത്തിൽ നോമ്പിന്റെ അർക്കാനിൽ വേണ്ട ഫർളുകളിൽ വേണ്ട സംഭവം തീർച്ചയായിട്ടും മുഅ്മിനീങ്ങളെ. അപ്പോൾ ആ രൂപത്തിലായിരിക്കണം ഞങ്ങൾ അള്ളാഹു സ്വീകരിക്കുന്ന രൂപത്തിലായിരിക്കണം നോമ്പ് നോക്കേണ്ടത്. ഉദാഹരണം പറയുകയാണെങ്കിൽ എണ്ണ ഇട്ടെങ്കിൽ വയറുന്നറിയില്ല, സുർമ ഇട്ടെങ്കിൽ വയറുന്നറിയില്ല, പക്ഷെ ഖിലാഫ് ലിദ്ദുൽ റമളാൻ ലിദ്ദുൽ സൗം, അതായത് നോമ്പ് വിരുദ്ധമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഞങ്ങൾ ഒരു തിങ്കൾ അള്ളാഹുവിന്റെ പ്രതിഫല അപേക്ഷയോടെ നോമ്പ് നോക്കണമെങ്കിൽ അത് ഒരുപാട് അതിന്റെ വിശദീകരണമുണ്ട് വിശുദ്ധ മുഅ്മിനീങ്ങളെ. അപ്പൊ അതുകൊണ്ടിട്ടു ഞങ്ങൾ നോമ്പു ഞങ്ങളെ ശരീരം എല്ലാം, അതായത് വെറും പയച്ചു തെച്ചത് കൊണ്ട് കാര്യമല്ല, എല്ലാ ശരീരത്തിലും നോമ്പ് നോക്കണം. അങ്ങനെ നോമ്പ് നോക്കിയാൽ നിങ്ങൾ അവസാനമായിട്ട് അള്ളാഹു കൊടുക്കുന്ന ഗിഫ്റ്റ് റയ്യാൻ ചൊല്ലി സ്വർഗ്ഗമായിരിക്കും. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്ന ഹദീസിൽ ലൗ തഅലമൂന മാ അലം ലൗ തഅലമു മാ ഫീ റമളാന ലതമന്നതു ഉമ്മതി അൻ യകൂന റമളാന സനത കുല്ലഹ. നോമ്പുടെ ഫളാഇൽ, നോമ്പുടെ പോരീശ, നോമ്പുടെ ശ്രേഷ്ഠത, നോമ്പുടെ ബഹുമാനം, ಅದರ റെസ്പെക്റ്റീവ് ടൈംസ് അത് തിരഞ്ഞെടുക്കണമെങ്കിൽ ലതമന്നതു ഉമ്മതി, നമ്മുടെ സമുദായ കൊതിക്കുമായിരുന്നു, കൊതിക്കാന്ത് എന്ത് അയ്യക്കൂന റമളാന സനത കുല്ലഹ, ഈ വർഷം മുഴുവനും നോമ്പാവട്ടെ എന്ന് ചൊന്നിട്ടു. പക്ഷെ വർഷം മുഴുവൻ നോമ്പ് തന്നില്ല. അതുകൊണ്ടായിട്ട് നോമ്പ് വന്ന് അവ്വലുഹു റഹ്മ വഅവസതുഹു മഗ്ഫിറ വആഖിറുഹു ഇത്ഖും മിനന്നാർ. നോമ്പ് ഏകദേശം 27 കഴിഞ്ഞാൽ പിന്നെ 28 നോമ്പ് ഇതെല്ലാം ഡൗൺ ആവണം. അസ്സലാമു അലൈക്കും യാ ഷഹ്റ റമളാൻ, അവിടെയൊക്കെ തീർത്ത് എൻ്റെ വിശുദ്ധ മുഅ്മിനീങ്ങളെ. അപ്പം ആയതുകൊണ്ടിട്ടു നോമ്പിടെ വരവേൽക്കിടെ ഈ ഒരു സുന്ദരമായിട്ടുള്ള സുദിന ആയിട്ടിരിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഞങ്ങളെല്ലാം മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫറഹ, അതായത് സന്തോഷിക്കേണ്ട ഒരു ദിവസമായിട്ടിരിക്കുന്നത്. സന്തോഷം എന്തിനു വേണ്ടിയിട്ട്? ഒരു തിന്നാൻ വേണ്ടിയിട്ടല്ല, അള്ളാഹുവിനേക്ക് തായിബായിട്ട് ആബിദായിട്ട് മടങ്ങുന്നതിനൊക്കെ ഒരു സുസന്ദർഭമായിട്ടാക്കിയിരിക്കുന്നത്. ഞങ്ങളെ ഭാഷ ചൊല്ലെങ്കിൽ സുഗ്ഗിയ, പിന്നെ സുവർണകാല, സുഗ്ഗിയിൽ കൊയിലെ കാലമാണ് കൃഷിയാക്കിയിട്ട്. അതായത് കഴിഞ്ഞ ഷഅബാൻ റമളാനിൽ, കഴിഞ്ഞ റജബുൽ ഷഅബാൻ അള്ളാന്റെ ഹബീബ് ദ്വാരത്ത് അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വ ഷഅബാൻ വബല്ലിഗ്നാ റമളാൻ. പഠിച്ചവനെ ഈ റജബുൽ ഷഅബാനിൽ ബർക്കത്ത് ചെയ്യ് റബ്ബേ, റമളാൻ ഏർപ്പാട് തരപ്പാൻ. റമളാൻ ഞങ്ങൾക്ക് വന്നുണ്ടോ ഞങ്ങളെ പോലും ഇൻഷാ അല്ലാഹ് അത് സ്വീകരിക്കുക. മാത്രമല്ല അതനുസരിച്ചിട്ട് ആ റമളാനിൽ അള്ളാഹുവിൻ്റെ പിന്നെ ഓർത്തു കൊണ്ടിട്ടു കരയുടെ കണ്ണാകണം, ഉൾപ്പെട്ടിട്ട് കണ്ണാകണം. മാത്രമല്ല ആക്കിപ്പോയ ഞങ്ങൾ തെറ്റ് ചെയ്യാത്ത മനുഷ്യന്മാർ ലോകത്തിൽ ആറുമില്ല, എല്ലാവരും ദോഷാക്കളായിട്ടിരിക്കുന്നു. കുല്ലുബുൻ ആദമുൻ ഖത്താഉൻ വഖൈറുൽ ഖത്താഉ വത്തവ്വാബൂൻ, ഖൈറുൽ ഖത്താഉ വത്തവ്വാബൂൻ. പിന്നെ എല്ലാ മനുഷ്യന്മാർ ദോഷാക്കളായിട്ടിരിക്കണം. ദോഷാക്കൾ വെച്ച് ഏറ്റവും നല്ലവർ തൗബ ചെല്ലങ്ങായിട്ടിരിക്കുന്നുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നിരുന്നെങ്കിൽ എൻ്റെ പിരിച്ചത്തെ മുഅ്മിനീങ്ങളെ, ഞങ്ങൾ ദോഷാക്കിടങ്ങ, പക്ഷെ ദോഷത്തെ തൊട്ടിട്ടു തൗബാക്കിടക്കെത്തിയതാ തിങ്കൾ ഞങ്ങൾ വന്നുകൊണ്ടുണ്ടു. ആ തിങ്കൾ ഒരുപാട് നന്മ ഒന്ന് ചെയ്താൽ 7 70 700 ഇരട്ടി കിട്ടണക്കെത്തിയതായ ഈ പിന്നെ കൂലിയായിട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് 1 രൂപ കൊടുത്തെങ്കിൽ 700 രൂപ കൊടുക്കണക്കെത്തിയതായ 70 കിട്ടണക്കെത്തിയതായ കൂലിയായിട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതാ എനിക്ക് പോകണ്ടേ ഒരു സുബ്ഹാനല്ലാഹ് ചൊന്നെങ്കിൽ, അൽഹംദുലില്ലാഹ് ചൊന്നെങ്കിൽ, അല്ലാഹു അക്ബർ ചൊന്നെങ്കിൽ അത് ഹദീസിലെ പരിപാടി സ്പഷ്ടമായിട്ടിരിക്കുന്നത്. പിന്നെ ഹദീസ് പരിപാടിയിൽ ഇതൊക്കെ വിഷയങ്ങൾ എൻ്റെ പരിശുദ്ധ മുഅ്മിനീങ്ങളെ. റമളാനിൽ മജ്ലിസ് ആക്കണം, ഹാദിറാവണം. മജ്ലിസിലെ മഗ്രിബ് സമയത്തിൽ പള്ളിയുടെ ഭാഗത്തിൽ നോമ്പ് തുറക്കുന്ന വിഷയത്തിലും തറാവിയുടെ വിഷയത്തിലും ഞങ്ങൾ സജീവ സാന്നിധ്യമാക്കണം. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന ഹദീസ് മൻ ഹദറ മജ്ലിസിൽ ഇൽമി, അതായത് ഒരു മനുഷ്യൻ റമളാൻ മാസത്തിലെ മജ്ലിസിൽ ഹാജരായെങ്കിൽ ബിക്കുല്ലി ഇബാദത്തി ഖദം ഇസാൻ, അതായത് അവനക്ക് ഓരോരോ ഖദം, ഓരോരോ ഹജ്ജ്, ഓരോരോ വർഷത്തിൻ്റെ ഇബാദത്തിന് അവനക്ക് കൂലി കിട്ടിയിട്ട് ഹദീസിൽ പഠിപ്പാട്ടത്തിൻ്റെ മുഅ്മിനീങ്ങളെ. അപ്പോൾ അതുകൊണ്ടിട്ടു റമളാൻ്റെ ഈ വിശുദ്ധ നിമിഷങ്ങൾ ഒരു നിമിഷം ബെടക്കാക്കാണ്ട് അള്ളാഹു തായിബായിട്ട് മടങ്ങുക ഉള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിയത്ത് മറ്റുള്ള കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് ഇനി വേണ്ട ദിവസങ്ങൾ
ദിവസങ്ങളിൽ ഇതിനു വേണ്ടി വീഡിയോ നമുക്ക് ഷെയർ ആക്കാം. അപ്പോൾ നിങ്ങൾ ഇത് നോക്കണേ മാത്രമല്ല, ഇതനുസരിച്ചിട്ട് അമൽ ചെയ്യണം. മൻ അലിമ അമീൽ അബി, പഠിച്ചെങ്കിൽ അതനുസരിച്ച് അമൽ ചെയ്യണം. അങ്ങനെ അമൽ ചെയ്താൽ നേരത്തെ പറഞ്ഞ ആദ്യത്തെ പറഞ്ഞ വീഡിയോ ആദ്യത്തെ പറഞ്ഞ വാക്ക് പോലെ മൻ ദല്ലല ഖൈരി ഫലോ മിസ്ലു അജ്റു ഫായിലി, നിങ്ങൾ ഒരു ഖൈർ കൊണ്ട് പഠിപ്പിച്ചെങ്കിൽ അതിലെ പകുതി കീഴിൽ അവന് കിട്ടും ഇനൊരുത്തക്ക്. അതായത് നിങ്ങൾ ഇതിനൊരുത്തക്ക് ഷെയർ ആക്കിയെങ്കിൽ അത് അവൻ അമൽ ചെയ്തേക്കെങ്കിൽ അതിലെ പാതി കൂലി അവൻ ഞങ്ങൾക്കും കിട്ടു ചൊല്ലി മനോഭാവത്തിൽ ആ ഒരു ഉദ്ദേശത്തിൽ ഇതിൽ നിങ്ങൾ ഷെയർ ആക്കറോ, ദീൻ്റെ പ്രബോധന പ്രവർത്തകരാകറോ. അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റമദാൻ മാസത്തെ അവൻ്റെ നബിയും പിന്നെ ഖുർആനും എങ്ങനെ ചൊന്നുക ആ രൂപത്തിൽ അത് അതാക്കി വീടുകളിൽ തൗഫീക്ക് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ചൊന്നിട്ടു. അള്ളാഹു ഞങ്ങൾ എല്ലാവരും സ്വർഗത്തിൻ്റെ അഹ്ലുകാരെ, റയ്യാൻ എന്നുള്ള സ്വർഗത്തിൻ്റെ അഹ്ലുകാരെ പെടുത്തുമാറാവട്ടെ. വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.